Hello viewers, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഒരൊറ്റ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസുമായിട്ടാണ്. പാനൽ കട്ട് ഉണ്ട്, അതുപോലൊപ്പം തന്നെ സ്ലിറ്റിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ജോർജറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ജോർജറ്റിൽ തന്നെ ഓഫർ പ്രൈസിൽ വന്നിട്ടുള്ള കളക്ഷൻ ഉണ്ട്. ഈ പാനൽ കട്ട് ആണെങ്കിൽ കൂടി ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഈ കുർത്തീസിന്റെ ഒക്കെ ക്ലോസ് അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ക്ലോസ് ആ വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു യോക്ക് പാർട്ടിന്റെ മെയിൻലി കോട്ടൺ സിൽക്കിന്റെ ഫാബ്രിക് യോക്കിൽ കൊടുത്തിട്ട് കട്ട് ബീഡ്സും ലീഫി ഡിസൈൻസും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള മിറേഴ്സ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കുർത്തീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മിക്ക കുർത്തീസിലും മിറർ വർക്ക് വരുന്ന ടൈപ്പാണ് നമുക്ക് കൂടുതലും വരുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ചും അവരുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ എല്ലാ പാറ്റേൺസും ചെയ്യുന്നത്. പിന്നെ നെക്ക് വന്നിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതും പൈപ്പിംഗ് കൊടുത്തിട്ടാണ്. പാനൽ കട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ പാനൽ കട്ട് എന്ന് പറയുന്നത് 18 പീസ് പാനൽ കട്ടാണ്. ഇട്ടതിനെ ഭയങ്കര ഒതുങ്ങി കിടക്കും. ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട് പാനൽ കട്ട് ഇട്ടതിനെ കുറച്ചുകൂടി വണ്ണം തോന്നിക്കുമെന്ന്. പക്ഷെ ശരിക്കും തെറ്റായിട്ടുള്ള ധാരണയാണ്. ജസ്റ്റ് അമ്പറിലേക്ക് ഇട്ടതിനെ കുറച്ചുകൂടി വണ്ണം തോന്നിക്കും. പക്ഷെ പാനൽ കട്ടിന്റെ ആ ഒരു കട്ടിങ് വെച്ചിട്ട് തന്നെ നമ്മൾ ഇടുമ്പോൾ നല്ല ഷേപ്പിന് കിടക്കും. ഞാൻ ഈ വേറെ ഇരിക്കുന്ന സൈസ് മീഡിയം ആണ്. എനിക്ക് നല്ല ഒതുങ്ങിയാണ് ഈ ഒരു കുർത്തിയുടെ. ഇടാനും ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ ഈ ഒരു പാനൽ കട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ സ്ലീവും കൂടിയാണ്. ഇതാണ് ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. യോക്കാണ് മെയിൻ ഹൈലൈറ്റ്. പിന്നെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് വരുന്നത്. എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടോപ്പിന്റെ എൻ പാർട്ടിലായിട്ടും ഒരു ബോർഡർ ഇതുപോലെ ഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുകയും ചെയ്യാം. ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ പാനൽ കട്ടിന്റെ ബാക്ക് വ്യൂ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുള്ള കളക്ഷൻ അല്ലേ? ഇതൊക്കെ ശരിക്കും നേരിട്ട് കാണാനാണ് മെയിൻ ഭംഗി വരുന്നത്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി കിടക്കുന്ന കളക്ഷൻസ് ആണ്. ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം മുതൽ XXL വരെയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു പാനൽ കട്ട് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും അതിൻ്റെ ഫിറ്റിംഗ് ഇടാനൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി കിടക്കുകയും ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഓഫർ പ്രൈസിലേക്കുള്ള കുർത്തിയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള ജോർജറ്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള കുർത്തീസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു കുർത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്ക് പാർട്ടിൽ മാത്രമായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. മെയിൻലി കട്ട് ബീഡ്സ് അതോടൊപ്പം തന്നെ മിറർ വർക്കും ചെയ്തിട്ടുണ്ട്. നെക്കും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വൈഡ് ആണ്. നമുക്ക് എപ്പോഴും കിട്ടാത്ത ഡാർക്ക് മിലിറ്ററി ഗ്രീൻ ഷെയ്ഡാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതാണ് കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 47 ലെങ്ത് ആണ് വരുന്നത്. ടോപ്പ് വിത്ത് ലൈനിങ്, സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് സ്ലീവ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ വരും. പിന്നെ നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള കുർത്തിയാണിത്. നമുക്ക് പലാസോയിൻ്റെ കൂടെ അല്ലെങ്കിൽ സിഗരറ്റ് ബോട്ടം അങ്ങനത്തെ മിക്ക ബോട്ടംസിൻ്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. അപ്പോൾ ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മീഡിയം ടു XXL നമുക്ക് അവൈലബിൾ ആണ്. ഇനി അടുത്ത പാറ്റേണിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക, ഒരു ഡാർക്ക് ഗ്രേപ്പ് വൈൻ ഷെയ്ഡാണ്. യോക്കിൽ വന്നിട്ട് നല്ല ഭംഗിയിലുള്ള അജ്രക്കിൻ്റെ പാച്ച് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും ഇതൊക്കെ നമ്മൾ നേരിട്ട് വെയർ ചെയ്യുമ്പോഴാണ് ശരിക്കും ആ ഒരു ഭംഗി നമുക്ക് എത്രത്തോളം ആണെന്ന് മനസ്സിലാകും. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ശരിക്കും. ഈ ഒരു യോക്കിൻ്റെ ക്ലോസ് അപ്പ് വ്യൂ ഒന്ന് കാണിക്കാം. മെയിൻലി കട്ട് ബീഡ്സ് അതോടൊപ്പം തന്നെ മിറർ വർക്കും പിന്നെ ലീഫി ഡിസൈൻസും ആണ് ഈ ഒരു കുർത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ കൂടിയാണ്. നല്ലൊരു ഡാർക്ക് ഗ്രേപ്പ് വൈൻ ഷെയ്ഡ് എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ഷെയ്ഡൊക്കെ ഇടുമ്പോൾ ഫേസിന് എപ്പോഴും കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കുന്ന ഷെയ്ഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു കുർത്തി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതാണ് നമ്മുടെ ജോർജറ്റിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ്. നമുക്ക് എപ്പോഴും കിട്ടുന്ന കളക്ഷൻസ് അല്ല ഇതൊന്നും. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു കുർത്തി വരുന്നത്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണെങ്കിൽ ഇത് ട്രാൻസ്പെറൻ്റ് അല്ല, ഇതുപോലെയാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ജോർജറ്റിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ള നല്ല ഒതുങ്ങി കിടക്കുന്ന പാറ്റേൺ ആണ്. ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. സൈഡ് സ്ലിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു കളക്ഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്കൊക്കെ ഇതുപോലെ ഇരിക്കുന്ന നല്ല വൈഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. റീസെൻ്റ്ലി നമ്മളോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡിലുള്ള കുർത്തീസ് ഉണ്ടാവും. നല്ല ഭംഗിയുള്ള മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡിൽ ജോർജറ്റിൽ തന്നെ സൈഡ് സ്ലിറ്റ് വിത്ത് ലൈനിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. യോക്കൊക്കെ നല്ല ഭംഗിയുള്ള അജ്രക്കാണ്. നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലുള്ള അജ്രക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ യോക്കിൻ്റെ ക്ലോസ് ആ വ്യൂ എന്ന് പറയുന്നത്. മെയിൻലി ബ്ലാക്ക് കളറിലുള്ള കട്ട് ബീഡും ലീഫി ഡിസൈൻസും മിറർ വർക്കും ആണ് വരുന്നത്. നെക്ക് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു
ഡാർക്ക് ആയിട്ടുള്ളൊരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡാണ്. ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. ജോർജറ്റ് ആണ്, സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്, വിത്ത് ലൈനിങ് ആണ്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിന് എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ അജ്രക്കിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വരും, വിത്തൗട്ട് ലൈനിങ്ങിലാണ്, പക്ഷെ സീ ത്രൂ അല്ല. പിന്നെ നമ്മുടെ ഈ ഒരു കുർത്തിൻ്റെ ബാക്ക് വ്യൂ വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ്. ഇങ്ങനത്തെ ഷെയ്ഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. മസ്റ്റർഡ് യെല്ലോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കോമ്പിനേഷനിലേക്ക് പോകാം. അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്, ലാവൻഡർ ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു യോക്കും നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. മെയിൻലി കട്ട് ബീഡ്സ്, ലീഫി ഡിസൈൻസ്, സ്വീക്കൻസ്, മിറേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു കുർത്തിയും ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ്. നെക്കും വൈഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നെക്കിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിന് എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ പാച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു യോക്ക് പോർഷൻ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് പൈപ്പിംഗ് കൊടുത്തിട്ടാണ്. വളരെ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ്. ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ്. ഈ ഒരു കോമ്പിനേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പാറ്റേണിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ടു XXL വരെയാണ്. ഇനി നമുക്ക് നേരെ അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രീൻ ഉണ്ടല്ലോ, ഒരു പിസ്ത ഗ്രീനിൽ വന്നിട്ടുള്ള ലൈറ്റും അല്ല എന്നാൽ ഡാർക്കും അല്ല, അങ്ങനത്തെ ഒരു ടോണാണ്. എല്ലാവരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ഷെയ്ഡാണ് ലാവൻഡറും പിസ്ത ഗ്രീനും ഒക്കെ അല്ലേ ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലോസ് വ്യൂയിലേക്ക് പോവാം. മെയിൻലി വന്നിരിക്കുന്നത് അജ്രക്കിൻ്റെ പാച്ചാണ്. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. കട്ട് ബീഡ്സും മെറവോക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. യോക്ക് പോർഷൻ നല്ല തിക്കാക്കി തന്നെ വോക്ക് ചെയ്തിട്ടുണ്ട്. നെക്കാണെങ്കിലും വൈഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഈ ഒരു ഗ്രീനിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. 47 ആണ് ലെങ്ത് വരുന്നത്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിന് എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ പാച്ച് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു കോമ്പിനേഷനും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പാറ്റേണിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് മീഡിയം ടു XXL വരെയാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻസ് ഒക്കെ നല്ല എപ്പോഴും നമുക്ക് കിട്ടുന്ന കോമ്പിനേഷൻസ് അല്ല. അപ്പോൾ ഇത് ഇത്രയും കുർത്തീസാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ കാണിച്ച പാറ്റേൺസിലെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ടു XXL വരെയാണ്. അപ്പോൾ ഈ കുർത്തീസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊക്കെ നിങ്ങൾ എന്തായാലും വാങ്ങി ട്രൈ ചെയ്യുക. നല്ല ഓപ്ഷൻസ് ആണ് ഇതെല്ലാം. നമുക്ക് എത്രത്തോളം റേറ്റ് കുറയ്ക്കാൻ പറ്റുമോ അത്രയധികം ബഡ്ജറ്റിലാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.